Very good morning to all and good afternoon too. Today we will discuss about generally accepted accounting principles. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ആളുകളും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, കേൾക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ചോദിക്കുക. So accountancy is often referred to as an art. The art of recording, classifying and summarizing financial information. As is the case with any form of art, accountancy also involves the use of one's creative skill to maintain a record of financial transactions. However, if free rein is given on the system of accountancy to be followed, there will be no limit on the scope of manipulation of accounts. അതായത് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അക്കൗണ്ടൻസി ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് എൻ ആർട്ട് എന്നാണ്, ഒരു ആർട്ടായിട്ടാണല്ലോ. എന്താണ് നമ്മൾ അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് എന്ന ഡെഫിനിഷൻ പഠിച്ചിട്ടില്ലേ അല്ലേ? അപ്പോൾ എന്താണ് എപ്പോഴും അക്കൗണ്ടൻസിയെ നമ്മൾ എന്തായിട്ടാണ്, ഒരു ആർട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ആർട്ട് ഓഫ് റെക്കോർഡിങ്, റെക്കോർഡ് ചെയ്യുന്ന ഒരു ആർട്ട്, ക്ലാസിഫൈ ചെയ്യുന്ന, സമ്മറൈസ് ചെയ്യുന്ന, എന്തിനെ, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസിനെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ആർട്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടൻസിയെ കാണുന്നത്. ആസ് ഇൻ ദ കേസ് ഓഫ് എനി ഫോം ഓഫ് ആർട്ട്, എന്താണ് എല്ലാ ആർട്ടുകളിലും ഉള്ളതുപോലെ തന്നെ അക്കൗണ്ടൻസിയിലും എന്തുണ്ട്, യൂസ് ഓഫ് വൺസ് ക്രിയേറ്റീവ് സ്കിൽ, ഒരാളുടെ എന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഡാൻസ്, പാട്ട് എന്ന് പറയുമ്പോൾ അവരുടെ ചിത്രം അല്ലേ, ഇതൊക്കെ അവരുടെ ഓരോ ആളുകളുടെയും എന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കിൽ ഉപയോഗിക്കുക. അതേപോലെ തന്നെ എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആർട്ടിലും ഒരാളുടെ എന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, ടു മെയിൻറ്റെയിൻ എന്താണ് എ റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു റെക്കോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഹൗവർ ഇഫ് ഫ്രീ റെയിൻ ഈസ് ഗിവൺ ഓൺ ദ സിസ്റ്റം ഓഫ് അക്കൗണ്ടൻസി ടു ബി ഫോളോഡ്, അതായത് തോന്നിയ പോലെ എന്താണ് ഓരോ ആളുകൾക്കും എന്താണോ താല്പര്യമുള്ളത് ആ താല്പര്യം പോലെ എല്ലാ ആളുകളോടും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അക്കൗണ്ടൻസി അങ്ങനെ ഒരു നിലപാട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം, എന്താണ്, there will be no limit on the scope of manipulation of accounts. എന്താണ് അക്കൗണ്ട് മാനിപ്പുലേറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിൽ കൃത്രിമത്വം കാണിക്കുന്നതിന് എന്തുണ്ടാവില്ല, ഒരു പരിധിയും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്ത് അങ്ങനെ കൊടുക്കാത്തത്. So in an environment where financial statements are presented to external stakeholders such as investors, banks, stock exchange, revenue department, so and so, government, so there arises a need for an accounting framework on the basis of which the financial transaction should be recorded so as to make the resulting financial statement comparable. അതായത് എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ പ്രസൻറ്റഡ് എന്നാണ് എക്സ്റ്റേണൽ ഷേക്ക് ഹോൾഡേഴ്സ്, അതായത് എക്സ്റ്റേണൽ ഷേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ബാങ്കുകൾക്ക്, ഇൻവെസ്റ്റേഴ്സിന്, ഗവൺമെൻറ്റിനൊക്കെ ഒരു എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്ന സമയത്ത്, പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ, അപ്പോൾ അവിടെ എന്തിൻ്റെ ഒരു ആവശ്യകത ഉണ്ട്, ദർ അറൈസ് എ നീഡ് ഫോർ അക്കൗണ്ടിങ് ഫ്രെയിം വർക്ക്, അവിടെ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഒരു ചട്ടക്കൂടിൻ്റെ ആവശ്യമുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് എന്താണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചട്ടക്കൂടിൻ്റെ എന്താണ് ആവശ്യകതയുണ്ട്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്താണ് റിസൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ, താരതമ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടത്താൻ പറ്റുള്ളൂ. സോ ദിസ് നീഡ് ലീഡ് ടു ദ എന്താണ് ഫ്രെയിമിംഗ് ഓഫ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇങ്ങനെ ഒരു ആവശ്യമാണ് എന്തിലേക്ക് നയിച്ചത്, ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിലേക്ക് എന്ത് ചെയ്തത്, നയിച്ചിട്ടുള്ളത്. അതായത് പൊതുവായിട്ടുള്ള എന്താണ് ഒരു ചട്ടക്കൂട് ആവശ്യമുണ്ട്, അതായത് ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് പൊതുവായിട്ടൊരു ചട്ടക്കൂട് എന്തുണ്ട്, ആവശ്യമുണ്ട് എന്നുള്ള ഒരു എന്താണ് തോന്നലാണ് ഏതിലേക്ക് നയിച്ചത്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, നയിച്ചിട്ടുള്ളത്. എന്താ അതിൻ്റെ മീനിങ്? സോ നോക്കുക, എ പ്രിൻസിപ്പിൾ ഈസ് എ റൂൾ ഓഫ് ആക്ഷൻ ഓർ ഗൈഡ് ടു ആക്ഷൻ. എന്താണ് ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു റൂൾ ഓഫ് ആക്ഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ആക്ഷൻ്റെ എന്താണ് നിയമമാണ്, ഒരു പ്രവൃത്തിയുടെ നിയമമാണ്, ഒരു പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന നിയമത്തിന് നമ്മൾ എന്ത് പറയും, പ്രിൻസിപ്പിൾ എന്ന് പറയും. അതല്ലെങ്കിലാണ് ആ പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന എന്താണ് ഗൈഡിന് നമ്മൾ എന്ത് പറയും, പ്രിൻസിപ്പിൾ എന്ന് പറയും. സോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ മേ ബി ഡിഫൈൻഡ് ആസ് ദോസ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് which are adopted by the accountants universally in recording the accounting transactions. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ മേ ബി ഡിഫൈൻഡ് ആസ്
എങ്ങനെ ദോസ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്, അല്ലെ നിയമങ്ങളും അതേപോലെ എന്താണ് പ്രൊസീജിയറുകളാണ് എന്തിനുപയോഗിക്കുന്നതാണ്, വിച്ച് ആർ അഡോപ്റ്റഡ് ബൈ ദ അക്കൗണ്ടന്റ്, എന്താണ് അക്കൗണ്ടന്റുമാർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള എന്താണ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്, യൂണിവേഴ്സലി ഇൻ റെക്കോർഡിംഗ് ദ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടന്റുകൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് എന്ത് ചെയ്യണത് പറയണത്. സോ ദീസ് പ്രിൻസിപ്പിൾസ് ആർ യൂഷ്വലി കോൾഡ് ആസ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇങ്ങനെയുള്ള ഈ പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ എന്ത് പറയണത്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. സോ ദീസ് പ്രിൻസിപ്പിൾസ് ഹാവ് ബീൻ ജനറലി ആക്സെപ്റ്റഡ് ബൈ അക്കൗണ്ടൻസ് all over the world as general guidelines for preparing financial statements. അപ്പം ഈ ലോകത്തിലാകമാനമുള്ള അക്കൗണ്ടന്റുമാരൊക്കെ ഈ പ്രിൻസിപ്പിൾസിനെ എന്തിനുള്ള എന്താണ് ജനറൽ ഗൈഡ്ലൈനായിട്ട് ഉപയോഗിക്കുന്നു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഗൈഡ്ലൈനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഈ പ്രിൻസിപ്പിൾസിന് എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു. അതാണത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നമുക്ക് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പ്രധാനമായിട്ടും എന്താണ് മൂന്ന് രീതിയിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഓർ ബേസിക് അസംഷൻസ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓർ എന്താണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആൻഡ് മോഡിഫൈയിങ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യണത് എന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്താ നോക്കുക. Accounting concepts are those assumptions and conditions upon which the science of accounting is based. Okay. അപ്പം അക്കൗണ്ടിങ് എന്ന് പറയുന്ന സയൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ എന്തിനെയാണോ ബേസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ബേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനെ ബേസ് ചെയ്യപ്പെട്ടിട്ടുള്ള അസംഷൻസിനെയും കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആർ ദോസ് അസംഷൻസ് ആൻഡ് കണ്ടീഷൻസ് അപ്പോൺ വിച്ച് ദ സയൻസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ്. സയൻസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ അല്ലെങ്കിൽ എന്താണ് ഒരു ശാസ്ത്രശാഖ ഒരു സയൻസ് ആയിട്ട് നമ്മൾ കാണുന്നു. ഓക്കെ, അപ്പോൾ ആ സയൻസ് ബേസ് ചെയ്യപ്പെട്ടിട്ടുള്ള എന്താണ് അസംഷൻസിനെയും കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ബേസിക് അസംഷൻ that form the basic for recording transactions and preparing financial statement. എന്താണ്, അതായത് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനും അതിലൂടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നതിനുള്ള ബേസിക് ആയിട്ടുള്ള അസംഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് കൺസെപ്റ്റ് ഈസ് ടു മേക്ക് അക്കൗണ്ടിങ് യൂണിഫോം, ഒബ്ജക്റ്റീവ്, കൺസിസ്റ്റൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ് എന്താണ് യൂണിഫോം ആക്കുക, എല്ലാ സ്ഥലത്തിലും എന്താണ് ഒരേ രീതിയിലാക്കുക, ഒബ്ജക്റ്റീവ് അതേപോലെ എന്താണ് കൺസിസ്റ്റൻറ്റ് സ്ഥിരതയുള്ളതാക്കുക, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉള്ളതാക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ. ഇപ്പോൾ നോക്കി ഏതൊക്കെയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് കോസ്റ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ പ്രിൻസിപ്പിൾസ്, റിയലൈസേഷൻ കൺസെപ്റ്റ്, അക്രൂവൽ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്. ഇതാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം അക്കൗണ്ടൻസിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലായാലേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ, അക്കൗണ്ടിങ് മനസ്സിലാവുള്ളൂ. ഒന്നാമത്തത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. So this concept assumes that for accounting purposes, the business enterprise and its owner are two separate independent entities. ഈ കൺസെപ്റ്റ് എന്താ പറയുന്നത്, ദിസ് കൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ഫോർ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ കൺസെപ്റ്റ് അസ്യൂം ചെയ്യുന്നത് എന്തെന്നാൽ ദ ബിസിനസ് എൻ്റർപ്രൈസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ്, ബിസിനസ് എൻ്റർപ്രൈസും അതിൻ്റെ ഓണർമാരും അല്ലെങ്കിൽ അതിൻ്റെ മുതലാളിമാരും ആർ ടു സെപ്പറേറ്റ് ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസ്. ഇവ രണ്ടുപേരും എന്താണ്,
സെപ്പറേറ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റികളാണ്. അതായത് ദ ബിസിനസ് ആൻഡ് പേഴ്സണൽ ട്രാൻസാക്ഷൻ ഓഫ് ഇറ്റ്സ് ഓണർ ആർ സെപ്പറേറ്റ്. ആ ബിസിനസ് ട്രാൻസാക്ഷൻസും ആ ഓണറുടെ പേഴ്സണൽ ട്രാൻസാക്ഷൻസും എന്താണ്, രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ദ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആർ മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ ബിസിനസ് യൂണിറ്റ് ആൻഡ് നോട്ട് ദ പേഴ്സൺസ് ഓയിങ് ദ ബിസിനസ്. എന്താണ്, അപ്പോൾ ഈ നമ്മൾ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത് ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാവണം, ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിലാവണം. അതേപോലെ എന്താ വരുന്നത്, ഇറ്റ് ഈസ് നോട്ട് ദ പേഴ്സൺ ഓയിങ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ അയാളുടെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിലാവരുത് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ദിസ് കൺസെപ്റ്റ് ഈസ് വെരി ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഏറ്റവും പ്രധാനപ്പെട്ട ബേസിസ്. ക്യാപിറ്റലിന് നമ്മൾ എന്തായിട്ട് കാണുന്നു, ലയബിലിറ്റി ആയിട്ട് കാണുന്നു. ഒക്കെ ഈ ഒരു എന്താണ് സിദ്ധാന്തപ്രകാരമാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. വളരെ ചുരുക്കി നമ്മളോട് പറയുകയാണെങ്കിൽ ബിസിനസ്സും ബിസിനസ്മാനും രണ്ടും രണ്ട് സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ്. രണ്ടിനെയും എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് മിസ്റ്റർ സലീം സ്റ്റാർട്ടഡ് എ ബിസിനസ് ഇൻവെസ്റ്റിംഗ് ₹1 lakh. നമ്മുടെ സലീം എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് 1 ലക്ഷം രൂപ എന്ത് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. അയാൾ 40,000 രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങുന്നു, ഫർണിച്ചറിന് ഒരു 20,000 രൂപയ്ക്ക് വാങ്ങുന്നു, പ്ലാന്റ് ആൻഡ് മെഷീനറിന് 30,000 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. 10,000 രൂപ കയ്യിലും ₹10,000 റിമെയിൻസ് ഇൻ ഹാൻഡ്. സോ ദീസ് ആർ ദ അസറ്റ്സ് ഓഫ് ദ ബിസിനസ് ആൻഡ് നോട്ട് ഓഫ് ദി എന്താണ് ഓണർ. ഇപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ആരുടെ അസറ്റാണ്, ബിസിനസ്സിൻ്റെ എന്താണ് അസറ്റാണ്, ആരുടേതല്ല, ഓണറുടേതല്ല. സോ അക്കോർഡിംഗ് ടു ദ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ₹1 lakh വിൽ ബി ട്രീറ്റഡ് ആസ് ബൈ ബിസിനസ് ആസ് ക്യാപിറ്റൽ എന്നാണ്. അപ്പം ഈ ഒരു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം അയാൾ 1 ലക്ഷം രൂപ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഇതിനെ ക്യാപിറ്റലായിട്ട് എന്താണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അതായത് എ ലയബിലിറ്റി ഓഫ് ബിസിനസ് ടുവേർഡ്സ് ദ ഓണർ ഓഫ് ദ ബിസിനസ്. എന്താണ്, ആരുടെ ലയബിലിറ്റിയാണ്, ബിസിനസ്സിൻ്റെ ലയബിലിറ്റി. ആരോടുള്ളത്, ബിസിനസ്സിൻ്റെ ഓണറോടുള്ള ലയബിലിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബിസിനസ്സിനെയും ബിസിനസ് മാനെയും എന്താണ് രണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന കൺസെപ്റ്റാണ് എന്ത്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. Now suppose he takes away ₹5,000 cash or goods worth ₹5,000 for his domestic purpose. അപ്പം സലീം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 5,000 രൂപ ക്യാഷ് എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അല്ലെങ്കിൽ 5,000 രൂപയുടെ സാധനം അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. So this withdrawal of cash or goods by the owner from the business in his private expense and not an expense of the business. അപ്പോൾ ഇയാൾ ഈ 5,000 രൂപ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് അയാളുടെ എന്താണ് 5,000 എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അയാളുടെ എന്തിനു വേണ്ടിയിട്ടുള്ളതല്ല, ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡ്രോയിങ്സിൽ എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രോയിങ്സ്. അതായത് ബിസിനസ്സിൽ നിന്നും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ക്യാഷ് വിഡ്രോൺ ബൈ എന്താണ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ബൈ ദ ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്യാഷ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ബിസിനസ് ആൻഡ് ദ ഓണർ ആർ ടു സെപ്പറേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ്. ഇവ രണ്ടും തീർത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളാണ്. ബിസിനസ് എന്ന് പറയുന്നതും ബിസിനസ്സിൻ്റെ ഓണർ എന്ന് പറയുന്നതും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ആണ്. Accordingly, any expenses incurred by the owner for himself or his family from business will be considered as expenses and it will be shown as എന്താണ് ഡ്രോയിങ്സ്. അപ്പോൾ ബിസിനസ്സിൽ നിന്നും ഓണർക്കോ അവരുടെ എന്താണ് അയാളുടെ ഫാമിലിക്കോ എന്തെങ്കിലും എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് ഏതിലാണ് കാണിക്കുക, നമ്മൾ ഡ്രോയിങ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക, കാണിക്കുക. ബിസിനസ്സുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെന്തായാലും പരിഗണിക്കുകയുള്ളൂ, ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പരിഗണിക്കുകയുള്ളൂ. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കുക. ദിസ് കൺസെപ്റ്റ് ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ആസ് ഓൺലി ദ ബിസിനസ് എക്സ്പെൻസസ് ആൻഡ് റവന്യൂസ് ആർ റെക്കോർഡഡ് ആൻഡ് ഓൾ ദ പ്രൈവറ്റ് പേഴ്സണൽ എക്സ്പെൻസസ് ആർ ഇഗ്നോർഡ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നു, എന്തിനു സഹായിക്കുന്നു നമ്മളെ, അതായത്
അസർട്ടൈനിങ് ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. എന്താണ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്, അതായത് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസുകളും ഇൻകംസും ഒന്നും ഉൾപ്പെടുത്താതെ ബിസിനസ്സിന് മാത്രമായിട്ട് ബിസിനസ്സിൻ്റെ ഇൻകം എത്രയുണ്ട്, ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് എത്രയുണ്ട്, റവന്യൂ എത്ര വന്നിട്ടുണ്ട് അല്ലെ എന്ന് നോക്കിയിട്ട് ആ കൃത്യമായിട്ട് പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, നമ്മളെ സഹായിക്കുന്നു. And this concept restrains accountants from recording the owners എന്താണ് പ്രൈവറ്റ് ഓർ പേഴ്സണൽ ട്രാൻസാക്ഷൻ. എന്താണ് റെസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ തടയുക അല്ലെ. എന്താണ് ഈ കൺസെപ്റ്റ് എന്തിൽ നിന്നും തടയുന്നു, അക്കൗണ്ടന്റിനെ ബിസിനസ്മാൻ്റെ അല്ലെങ്കിൽ ഓണറുടെ പ്രൈവറ്റ് ആയിട്ട് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിൽ നിന്നും എന്ത് ചെയ്യുന്നു, തടയുന്നു. And it also facilitates the recording and reporting of business transactions from the business point of view. എന്താണ് എന്തിന് സഹായകമാകുന്നു, ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും എന്ത് ചെയ്യാൻ, ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റെക്കോർഡ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സഹായകമാകുന്നു. And it is the very basis of accounting concepts, conventions and principles. എന്താണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിൻ്റെയും കൺവെൻഷൻസിൻ്റെയും പ്രിൻസിപ്പിൾസിൻ്റെ ഒക്കെ ഏറ്റവും ബേസിസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് എന്ത്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. സോ ദിസ് കൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് all business transactions must be in terms of money, that is in the currency of a country. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് എന്താണ്, എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിനും എന്ത് വാല്യൂ ഉണ്ടാവണം, മണി വാല്യൂ ഉണ്ടാവണം. അതായത് ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ എന്താണ് കറൻസി ആണെന്ത് അതിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇൻ അവർ കൺട്രി എന്താണ് സച്ച് ട്രാൻസാക്ഷൻസ് ആർ ഇൻ ടേംസ് ഓഫ് റുപ്പീസ്, എന്താണ് പൈസയിലായിരിക്കണം, റുപ്പീസിലായിരിക്കണം. സോ അതുകൊണ്ട് തന്നെ ദസ് ആസ് പെർ മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് transactions which can be expressed in terms of money are recorded in the books of accounts. അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഈ ഒരു എന്താണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ, ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി, പണത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് പണത്തിൻ്റെ മൂല്യത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താണ് അപ്പോൾ ഗുഡ്സ് പർച്ചേസ്ഡ് ₹5,000. അപ്പോൾ അതെന്താണ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ 5,000 എന്ന് പറഞ്ഞാൽ 5,000 രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങി, അത് 5,000 എന്ന് പറയുന്നത് എന്താണ് റുപ്പീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന പണത്തിനാൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യുകയുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ സെയിൽ ഓഫ് ഗുഡ്സ് റുപ്പീസ് എന്നാൽ 2 lakh, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ റുപ്പീസ് 1 lakh, rent paid rupees 10,000, so etc. ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇതൊക്കെ നമ്മൾ എന്താണ് 2 ലക്ഷം എന്ന് പറയുന്നത്, 1 ലക്ഷം അല്ലെങ്കിൽ 10,000 എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സോ ദേ ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാം. സോ ബട്ട് ദ ട്രാൻസാക്ഷൻസ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. അപ്പം ചില ട്രാൻസാക്ഷൻസ് എന്താണ് മോണിറ്ററി ടേംസിൽ എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ, പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് എക്സ്പ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിൻസിയറിറ്റി, ലോയൽറ്റി, അല്ലെ എത്രത്തോളം സത്യസന്ധനാണ് of employees are not recorded in the books of accounts because these cannot be measured in terms of money, although they do affect the profits and losses of the ബിസിനസ് കൺസേൺ. എന്താണ് ഒരു ബിസിനസ് കൺസേണിൻ്റെ എന്താണ് പ്രോഫിറ്റിനും ലോസസിനും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ പറഞ്ഞ സിൻസിയറിറ്റിയും ലോയൽറ്റിയും ഹോണസ്റ്റിയും ഒക്കെ. പക്ഷേ അവ എന്ത് ചെയ്യുന്നില്ല, എംപ്ലോയീസിൻ്റെ ഈ സിൻസിയറിറ്റിയും ലോയൽറ്റിയും ഹോണസ്റ്റിയും ഒന്നും എന്ത് ചെയ്യുന്നില്ല, മോണിറ്ററി ടേംസിലല്ല എന്ത് ചെയ്യണത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മോണിറ്ററി വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുവാൻ പറ്റുകയുള്ളൂ. ഇനി എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കുക. ദിസ് കൺസെപ്റ്റ് ഗൈഡ്സ് അക്കൗണ്ടന്റ് വാട്ട് ടു റെക്കോർഡ് ആൻഡ് വാട്ട് നോട്ട് ടു റെക്കോർഡ്. ഈ ഒരു കൺസെപ്റ്റ് എന്തിനെ സഹായിക്കുന്നു, അക്കൗണ്ടന്റിന് എന്ത് കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതല്ല, റെക്കോർഡ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് യൂണിഫോംലി. ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രം അതായത് ഒരേപോലെ എന്താണ് യൂണിഫോംലി എന്ത് ചെയ്യാൻ, കാരണം ബാക്കിയുള്ള മോണിറ്ററി ടേംസിൽ അല്ലാത്തത് എന്ത് ചെയ്യേണ്ട, റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, യൂണിഫോംലി ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രം റെക്കോർഡ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ആൻഡ് ഇഫ് ഓൾ ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്, it will be easy to understand the accounts
പ്രിപ്പയർഡ് ബൈ ദ ബിസിനസ് എൻ്റർപ്രൈസസിൽ എന്താണ് ട്രാൻസാക്ഷൻസും മോണിറ്ററി ടേംസിലാവുന്ന സമയത്ത് എന്ത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, ആ ബിസിനസ് എൻ്റർപ്രൈസ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ്. And it facilitates the comparison of business performances of two different periods of the same firm or of the two different firms for the same period. അപ്പോൾ ഇതെന്തിനു നമ്മളെ സഹായിക്കുന്നു, ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ രണ്ട് വ്യത്യസ്ത കാലയളവിലുള്ള പെർഫോമൻസ് എങ്ങനെ കമ്പയർ ചെയ്യുന്നതിനും, അല്ലെങ്കിൽ ഒരേ സമയത്തെ രണ്ട് വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യുന്നതിനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. അടുത്തതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. സോ ദിസ് കൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ബിസിനസ് ഫേം വിൽ കണ്ടിന്യൂ ടു ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. അതായത് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് ബിസിനസ് ഫേം എന്ന് പറയുന്നത് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഒരു അനിശ്ചിതകാല സമയത്തേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ അങ്ങനെ വ്യാപിപ്പിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്ഥാപനം തുടങ്ങി നാളെ അത് പൂട്ടില്ല. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, കുറേ വർഷങ്ങളിലേക്ക് ഉള്ള ഒരു സ്ഥാപനമാണ്. സിംപ്ലി സ്റ്റേറ്റഡ് ഇറ്റ് മീൻസ് ദാറ്റ് എവരി ബിസിനസ് എൻറ്റിറ്റി ഹാസ് കണ്ടിന്യൂയിറ്റി ഓഫ് ലൈഫ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിത തുടർച്ചയുണ്ട്. കാരണം ഒരു ദിവസം തുടങ്ങിയിട്ട് അതിൻ്റെ അടുത്ത ദിവസം പൂട്ടാനുള്ളതല്ല. ആ ഒരു അസംഷനിലല്ല നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അത് കാലാകാലങ്ങളിലേക്ക് നിലനിൽക്കണം കുറച്ച് കണ്ടിന്യൂയിങ് ലൈഫ് അതിനുണ്ടാവണം എന്ന അർത്ഥത്തിലാണ്. ദസ് ഇറ്റ് വിൽ നോട്ട് ബി ഡിസോൾവ്ഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് പെട്ടെന്ന് പൂട്ടിപ്പോവുകയില്ല. കണ്ടിന്യൂയിറ്റി ഓഫ് ലൈഫാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് അസംഷൻ ഓഫ് അക്കൗണ്ടിങ്. ഒരു പ്രധാനപ്പെട്ട അസംഷനാണ് അക്കൗണ്ടിങ്ങിൻ്റെ. കാരണം ആസ് ഇറ്റ് പ്രൊവൈഡഡ് എ ബേസിസ് ഫോർ ഷോയിങ് ദ വാല്യൂ ഓഫ് അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ അസറ്റിൻ്റെ വാല്യൂ കാണിക്കുന്നതിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട അസംഷനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കുക. എ കമ്പനി പർച്ചേസ്ഡ് എ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓഫ് ₹1 lakh ആൻഡ് ഇറ്റ്സ് ലൈഫ് സ്പാൻ ഈസ് 10 years. അപ്പോൾ 10 കൊല്ലം ജീവിതമുള്ള അല്ലെങ്കിൽ 10 കൊല്ലത്തെ ലൈഫ് ടൈമുള്ള ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഒരു കമ്പനി പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്, അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, എവറി ഇയർ സം എമൗണ്ട് വിൽ ബി ഷോൺ ആസ് എക്സ്പെൻസ് ആൻഡ് ദ ബാലൻസ് എമൗണ്ട് ആസ് എൻ അസറ്റ്. അപ്പോൾ അപ്പം നമ്മൾ ഓരോ വർഷവും നമ്മൾ ഡിപ്രിസിയേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് ആയിട്ട് ഓരോ വർഷവും നമ്മൾ കാണിക്കുന്നു. ബാക്കി നമ്മൾ ഒരു എമൗണ്ട് ആയിട്ട് ബാലൻസ് എമൗണ്ട് നമ്മൾ അസറ്റായിട്ട് കാണിക്കുന്നു. Thus, if an amount is spent on an item which will be used in the business for many years, it will not be proper to charge the amount from the revenue of the year in which the item is acquired. അതായത് എങ്ങനെയല്ല, ഇഫ് എൻ എമൗണ്ട് ഈസ് സ്പെൻഡ് ഓൺ ദ ഐറ്റം വിച്ച് വിൽ ബി യൂസ്ഡ് ഇൻ ബിസിനസ് ഫോർ മെനി ഇയേഴ്സ്. അതായത് നമ്മൾ ബിസിനസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഐറ്റം നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇറ്റ് വിൽ നോട്ട് ബി പ്രോപ്പർ ഇറ്റ് വിൽ നോട്ട് ബി പ്രോപ്പർ ടു ചാർജ് ദ എമൗണ്ട് ഫ്രം ദ റവന്യൂസ് ഓഫ് ദ ഇയർ ഇൻ വിച്ച് ദ ഐറ്റം ഈസ് അക്വയർഡ്. ഏത് വർഷമാണോ അസറ്റ് വാങ്ങിയിട്ടുള്ളത്, ആ വാങ്ങിയിട്ടുള്ള വർഷത്തെ റവന്യൂവിൽ നിന്നും അതിൻ്റെ മുഴുവൻ എമൗണ്ടും ചാർജ് ചെയ്യുന്നത് നല്ലതല്ല. അതായത് നമ്മൾ അത് ആ ഒരു വർഷത്തേക്ക് വേണ്ടി മാത്രം വാങ്ങിയിട്ടുള്ളതല്ല, തുടർന്നുള്ള വർഷങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. ആ ഒരു അസംഷനിലാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ള ഒരു അസറ്റിന് വാല്യൂ നമ്മൾ ചെയ്യാൻ പാടില്ല. ഏത് കൊല്ലമാണോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്, ആ വാങ്ങിയ കൊല്ലം കൊണ്ട് മാത്രം ചെയ്യാൻ പാടില്ല, മുഴുവനായിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല. Only a part of the value is shown as expense in the year of purchase and the remaining balance is shown as an asset. അപ്പോൾ നമ്മൾ ഈ വാങ്ങിയ വർഷം നമ്മൾ ഒരു എമൗണ്ട് ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഒരു എമൗണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ബാക്കി നമ്മൾ എന്തായിട്ട് കാണിക്കുക ചെയ്യുന്നത്, അസറ്റായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രാധാന്യം നോക്കുക. So this concept facilitates the preparation of financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ വളരെ ഉപയുക്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് കൺസെപ്റ്റ് ഡെപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദ ഫിക്സഡ് അസറ്റ്. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരമാണ് ചാർജ് ചെയ്യണത്, ഡെപ്രീസിയേഷൻ ചാർജ് ചെയ്യണത്. It is of great help to the investor because it assures them that they will continue to get income on their investment.
അപ്പോൾ ആർക്കൊരു പ്രധാനപ്പെട്ടതാണ്, ഇൻവെസ്റ്റേഴ്സിന് വളരെ സഹായകമായിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും എന്താണ് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഇൻകം എന്ത് ചെയ്യുന്നു, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടും എന്നുള്ളത് അഷർ ചെയ്യുന്നത് ഏതൊരു കൺസെപ്റ്റിലൂടെയാണ്. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്ത് അതേ കൊല്ലം തന്നെയല്ല എന്ത് കിട്ടുക. ഇപ്പം 10 ലക്ഷം രൂപ ഞാൻ ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഈ വർഷം തന്നെ 10 ലക്ഷം രൂപ എന്ത് ചെയ്യണം, ബിസിനസ്സിൽ നിന്ന് തിരിച്ച് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക, 10 വർഷം എന്നാണ് ആ ബിസിനസ്സിൻ്റെ ഗോയിങ് കൺസേൺ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ കണ്ടിന്യൂയിറ്റി ഇൻ ലൈഫാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും, ആ വർഷങ്ങളിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുക, തിരിച്ച് കിട്ടുക. അതിന് ഈ ഒരു എന്താണ് കൺസെപ്റ്റ് വളരെ സഹായകമാണ്. And in the absence of this concept, the cost of a fixed asset will be treated as an expense in the year of its purchase. അതായത് ഈ ഒരു കൺസെപ്റ്റ് ഇല്ല എങ്കിൽ എന്താണ് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യണത് എന്താണ് ആ വർഷത്തെ മാത്രം എന്താണ് ഒരു എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യും. അത് എന്താണ് നമ്മൾ പറഞ്ഞ് നീതീകരിക്കാവുന്നതല്ല, കാരണം എല്ലാ വർഷവും ഇത് യൂസ് ചെയ്യാനുള്ളതാണ്. സോ എ ബിസിനസ് ഈസ് ജഡ്ജ്ഡ് ഫോർ ഇറ്റ്സ് കപ്പാസിറ്റി ടു ഏൺ പ്രോഫിറ്റ് ഇൻ ഫ്യൂച്ചർ. എന്താണ് ഒരു ബിസിനസ് എപ്പോഴും ജഡ്ജ് ചെയ്യപ്പെടുന്നത് ഭാവിയിൽ അത് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കും അല്ലേ. എന്താണ് തുടങ്ങുന്ന സമയത്ത് എത്ര പ്രോഫിറ്റ് എന്നല്ല കൂടുതലും ജഡ്ജ് ചെയ്യണത്, ഭാവിയിൽ അതിൻ്റെ എന്താണ് സാധ്യതകൾ, പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യണത്, ബിസിനസ്സിനെ ജഡ്ജ് ചെയ്യുന്നത്. ഇതാണ് ഈ കൺസെപ്റ്റ്. അടുത്ത കൺസെപ്റ്റ് നോക്കുക, എന്താണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് നോക്കുക. ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് on the assumption that profits on these transactions are to be ascertained for a specified period. അപ്പോൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എല്ലാ ട്രാൻസാക്ഷൻസിനും നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്ത് അസംഷനിലാണ്, ഓൺ ദ അസംഷൻ ദാറ്റ് പ്രോഫിറ്റ്സ് ഓഫ് ദീസ് ട്രാൻസാക്ഷൻസ് ആർ ടു ബി അസർട്ടൈൻഡ്. അപ്പോൾ ഈ ഒരു എന്താണ് ട്രാൻസാക്ഷൻസിൽ നിന്നുള്ള ലാഭം നമ്മൾ എന്താണ് ഒരു പ്രത്യേക കാലയളവിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അസർട്ടൈൻ ചെയ്യുന്നുണ്ട്, നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ദിസ് ഈസ് നോൺ ആസ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്തിനാണ്, ഒരു പ്രത്യേക കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസിലുള്ള പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നുണ്ട്, അസർട്ടൈൻ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഒരു കാലയളവിനെയാണ് ദിസ് ഈസ് നോൺ ആസ് എന്നാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അതുകൊണ്ട് ദിസ് കൺസെപ്റ്റ് റിക്വയേഴ്സ് ദാറ്റ് എ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒരു പ്രത്യേക ഇൻ്റർവെൽ എന്നാണ് റിക്വയർഡ് ഒരു ഗ്യാപ്പിനുള്ള ഓരോ വർഷം കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ദിസ് ഈസ് നെസസറി ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. എന്താണ്, അതായത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ്, അസർട്ടൈനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ, ടാക്സ് കമ്പ്യൂട്ടേഷൻ, ഇതിനൊക്കെ വളരെ എന്താണ്, കാരണം ഒരു 5 കൊല്ലത്തേക്ക് 6-7 കൊല്ലത്തേക്ക് നമ്മൾ ഒരു കണക്കും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നില്ല, വെറുതെ റെക്കോർഡ് ചെയ്യണം, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വർഷാവസാനം നമ്മൾ അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നില്ല, ബാലൻസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുന്നതിലൊക്കെ എന്താണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റിന് നല്ല റോളുണ്ട്. Further, this concept assumes that the indefinite life of business is divided into 2 parts. These parts are known as accounting period. അതായത് ഈ ബിസിനസ്സിൻ്റെ ഇൻഡെഫിനിറ്റ് ആയി നമ്മൾ പറഞ്ഞ ഒരു ഗോയിങ് കൺസേൺ ആണ് എന്ന് പറയും. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ജീവിതം എന്ത് ചെയ്യുന്നു, വിവിധ പാർട്ടുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് പീരീഡ് എന്ന്. ഇറ്റ് മേ ബി ഓഫ് 1 ഇയർ ആവാം, 6 മന്ത് ആവാം, 3 മന്ത് ആവാം, മേ ബി 1 മന്ത് ആവാം, എക്സെട്രാ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നപ്പം ഓരോ വർഷത്തേക്കാവാം, ചിലപ്പോൾ 6 മാസത്തേക്കാവാം, അല്ലെങ്കിൽ 3 മാസത്തേക്കാവാം, 1 മാസത്തേക്കൊക്കെ ആവാം. ബട്ട് യൂഷ്വലി സാധാരണയായിട്ട് 1 ഇയർ ഈസ് ടേക്കൺ ആസ് 1 അക്കൗണ്ടിങ് പീരീഡ് വിച്ച് മേ ബി എ കലണ്ടർ ഇയർ ഓർ എ ഫിനാൻഷ്യൽ ഇയർ. എന്നാണ് സാധാരണയായിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യാറുള്ളത്, എടുക്കാറുള്ളത് ഒരു കൊല്ലത്തെയാണ് എന്താണ് ഒരു അക്കൗണ്ടിങ് പീരീഡ് ആയിട്ട് എടുക്കുന്നത്. അത് എന്താവാം, ഒന്നുകിൽ കലണ്ടർ ഇയർ ആവാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ ആവാം. എന്താ കലണ്ടർ ഇയർ എന്ന് പറഞ്ഞാൽ ഇയർ ദാറ്റ് ബിഗിൻസ് ഫ്രം 1st ജനുവരി ആൻഡ് എൻഡ്സ് ഓൺ 31st ഡിസംബർ. ജനുവരിയിൽ തുടങ്ങി ജനുവരി 1 തുടങ്ങി ഡിസംബർ 31 അവസാനിക്കുന്ന കൊല്ലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കലണ്ടർ ഇയർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. And the year begins 1st April and ends on 31st March of the following year is known as എന്താണ് ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ 1 തുടങ്ങി അടുത്ത വർഷം മാർച്ച് 31 അവസാനിക്കുന്ന ഇയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പം അത് ഏതും ആവാം. ആസ് പെർ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്
all the transactions are recorded in the books of accounts for a specified period of time. അപ്പം എന്താണ് വളരെ നക്ഷലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ഈ കൺസെപ്റ്റ് പ്രകാരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നത് ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിലേക്കാണ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ പ്രാധാന്യം നോക്കുക. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രെഡിക്റ്റിംഗ് ദ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ് ദ ബിസിനസ്. എന്താണ് ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എന്ത് ചെയ്യാൻ പ്രെഡിക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് ടാക്സ് ഓൺ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റഡ് ഫോർ എ പർട്ടിക്കുലർ ടൈം പീരീഡ്. എന്താണ് ഒരു പ്രത്യേക കാലയളവിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ലാഭത്തിൻ്റെ നികുതി കാൽക്കുലേറ്റിംഗ് ടാക്സ് ഓൺ എ ബിസിനസ് ഇൻകം എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുവാൻ ഈ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ഇറ്റ് ആൾസോ ഹെൽപ്സ് ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്രെഡിറ്റേഴ്സ് etc. to assess and analyze the performance of business for a particular period. എന്താണ് ബാങ്കിൻ്റെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്രെഡിറ്റേഴ്സിനും ഒക്കെ എന്താണ് നമ്മുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു കൊല്ലത്തേക്ക് നമ്മുടെ ബിസിനസ് എങ്ങനെ പോകുന്നു. കാരണം നമ്മൾ ബാങ്കിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കടം വാങ്ങിയ സമയത്ത് അവർ എന്ത് ചെയ്യാൻ ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പെർഫോമൻസ് നല്ലതാണ്, ഒരു പർട്ടിക്കുലർ പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം, അവർക്ക് ബോധ്യം വരണം. അങ്ങനെ ഒരു എന്താണ് അവരെ ബോധ്യപ്പെടുത്തുവാൻ എന്താണ് ഈ പീരീഡ് കൺസെപ്റ്റ് സഹായിക്കുന്നു. ഇറ്റ് ആൾസോ ഹെൽപ്സ് ദ ബിസിനസ് ഫേംസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദിയർ ഇൻകം അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ആസ് ഡിവിഡൻഡ്. എന്നാൽ ഡിവിഡൻഡ് കൊടുക്കുവാൻ 6 മാസം കൂടുന്ന സമയത്തോ ഓരോ വർഷം കഴിയുന്ന സമയത്തൊക്കെ ഡിവിഡൻഡ് കൊടുക്കുവാനൊക്കെ എന്താണ് ഇത് സഹായിക്കുന്നുണ്ട്. പീരീഡ് കൺസെപ്റ്റ് പ്രകാരമാണ് അത് കൊടുക്കുന്നത്. അടുത്താണ് അക്കൗണ്ടിങ് കോസ്റ്റ് കൺസെപ്റ്റ്. സോ അക്കൗണ്ടിങ് കോസ്റ്റ് കൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് all assets are recorded in the books of accounts at their purchase price, which includes cost of acquisition, transportation and installation, and not at its market price. അക്കൗണ്ടിങ് കോസ്റ്റ് കൺസെപ്റ്റ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അസറ്റും all assets are recorded in the books of accounts at their purchase price. എന്താണ് നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ പർച്ചേസ് പ്രൈസിലാവണം. അതെന്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാം, അക്വിസിഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും, അതുപോലെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ, ഇത് രണ്ടും അതിൽ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യിക്കാം. അതല്ലാതെ എന്ത് വിലയിലാവരുത്, മാർക്കറ്റ് പ്രൈസിൽ ആവരുത്. അതായത് ഏതിലായിരിക്കണം, കോസ്റ്റിലായിരിക്കണം, അക്വിസിഷൻ കോസ്റ്റിലായിരിക്കണം എന്ത് ചെയ്യണത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇറ്റ് മീൻസ് ദാറ്റ് fixed asset like building, plant and machinery, furniture, etc. are recorded in the books of account at the price paid for them. അപ്പോൾ നമ്മൾ ഈ അസറ്റ് വാങ്ങുവാൻ എത്ര പണമാണോ കൊടുത്തിട്ടുള്ളത് ആ കൊടുത്ത പൈസയ്ക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒരു എക്സാമ്പിൾ നോക്കുക. A machine was purchased by XYZ Limited for ₹5 lakh. 5 ലക്ഷം രൂപയ്ക്ക് XYZ എന്ത് ചെയ്യുന്നു, ഒരു മെഷീൻ വാങ്ങുന്നു. ഫോർ മാനുഫാക്ചറിങ് ഷൂ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. സോ an amount of ₹1,000 were spent on transporting the machine to the factory site. 1000 രൂപ എന്താണ് അത് കൊണ്ടുവരാനായി. ആൻഡ് in addition ₹2,000 or 2,000 were spent on its installation. ഇൻസ്റ്റാൾ ചെയ്യാൻ 2000 രൂപയായി. So the total amount at which the machine will be recorded in the books of accounts would be at the sum of all these items. അപ്പോൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 5,03,000 ആണ്. 5 ലക്ഷം രൂപ അതിന് കൊടുത്തിട്ടുള്ളത്, 1000 രൂപ ട്രാൻസ്പോർട്ടേഷൻ, 2000 രൂപ ഇൻസ്റ്റലേഷൻ ചാർജ്, അതടക്കം 5,03,000 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യണത്, കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് കോസ്റ്റ് ഈസ് ആൾസോ നോൺ ആസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. Suppose the market price of the same is now ₹9 lakh. It will not be shown at this value. അതായത് ഈ മാർക്കറ്റിൽ ചിലപ്പോൾ അതിന് 9 ലക്ഷം രൂപ വിലയുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എത്രയും കാണിക്കാൻ പാടുള്ളൂ, ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് 9 ലക്ഷമല്ല കാണിക്കേണ്ടത്. നമ്മൾ എത്ര എഴുതാൻ പാടുള്ളൂ, 5,03,000 എഴുതാൻ പാടുള്ളൂ. കാരണം എന്താണ്, ആ എമൗണ്ട് ആണ് നമ്മളത് വാങ്ങുമ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് കൺസെപ്റ്റ് പ്രകാരം അസറ്റ് വാങ്ങുമ്പോൾ എത്ര രൂപയാണോ നമ്മൾ പേ ചെയ്തിട്ടുള്ളത് ആ എമൗണ്ടിൽ മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ.
And suppose further it may be clarified that a cost means original or acquisition cost only for new assets, and for the used ones cost means original cost less depreciation. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ അസറ്റ്സ് വാങ്ങുമ്പോഴാണ് എന്ത് അക്വിസിഷൻ കോസ്റ്റ് എന്തായിട്ട് എഴുതാറുള്ളത്, ഇതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതാറുള്ളത്. ഇനി നമ്മൾ എന്താണ് യൂസ്ഡ് ആയിട്ടുള്ള അസറ്റാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് വാങ്ങിയിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് എന്തായിട്ട് കാണുന്നത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതേണ്ടത്. യൂസ്ഡ് ആണ് എങ്കിൽ എത്ര വർഷം ഉണ്ടോ ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ആ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എഴുതേണ്ടത്. And the effect of cost concept is that if the business entity does not pay anything for acquiring an asset, this item would not appear in the books of accounts. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് കൺസെപ്റ്റിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം ഒരു അസറ്റ് വാങ്ങുവാൻ എന്താണ് എൻറ്റിറ്റി എന്ത് ചെയ്തിട്ടില്ല, ഒരു പൈസയും കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്ത് എവിടെ എഴുതാൻ പാടില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ദസ് ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദ അക്കൗണ്ട്സ് ഓൺലി ഇഫ് ദ എൻറ്റിറ്റി ഹാസ് പർച്ചേസ്ഡ് ദിസ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഫോർ എ പ്രൈസ്. അപ്പം ഗുഡ് വിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണിക്കണമെന്നുണ്ട് എങ്കിൽ, അസറ്റായിട്ട് കാണിക്കണമെന്നുണ്ട് എങ്കിൽ ആ ഗുഡ് വില്ലിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. സാധാരണയായിട്ട് ഗുഡ് വിൽ കാണിക്കുന്നതാണ് കോസ്റ്റിനേക്കാളും കൂടുതൽ എമൗണ്ട് എന്ത് ചെയ്യും, 3 ലക്ഷം രൂപ വിലയുള്ള സാധനത്തിന് നമ്മൾ 5 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയാൽ 2 ലക്ഷം രൂപ നമ്മൾ എന്തായിട്ട് കാണിക്കും, ഗുഡ് വില്ലായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അധികം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവർ പൈസയും കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യില്ല, ഗുഡ് വില്ലിനെയും അതേപോലെ തന്നെ ഒരു അസറ്റിനെയും നമ്മൾ എന്ത് ചെയ്യില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുകയില്ല. അപ്പോൾ കോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, കോസ്റ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആയ കോസ്റ്റിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുകയുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഇനി എന്താ ഇതിൻ്റെ പ്രാധാന്യം നോക്കുക, സിഗ്നിഫിക്കൻസ് നോക്കുക. ദിസ് കൺസെപ്റ്റ് റിക്വയർസ് അസറ്റ് ടു ബി ഷോൺ അറ്റ് ദ പ്രൈസ് ഇറ്റ് ഹാസ് ബീൻ അക്വയർഡ് വിച്ച് ക്യാൻ ബി വെരിഫൈഡ് ഫ്രം ദ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിൽ. എന്താണ് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്താണ് ആവശ്യപ്പെടുന്നത്, അസറ്റിന് എന്താണ് ഏത് പൈസ കൊടുത്തിട്ടാണോ നമ്മൾ വാങ്ങിയത് ആ പൈസക്ക് എന്ത് ചെയ്യുക, ആ എമൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കതെങ്ങനെ വെരിഫൈ ചെയ്യാം, ബില്ല് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഒക്കെ വാങ്ങിയ ബില്ലൊക്കെ ഉണ്ടാവും, ആ ബില്ലൊക്കെ നോക്കിയിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഒക്കെ നോക്കിയിട്ട് നമുക്കത് വെരിഫൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇറ്റ് ഹാൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്. എന്താണ് ഫിക്സഡ് അസറ്റിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുവാൻ ഇത് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. And the effect of cost concept is that if the business entity does not pay anything for an asset, this item will not be shown in the books of accounts. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, അത് ഒന്നും എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ, കൊടുത്തിട്ടില്ല എങ്കിൽ, ബിസിനസ് ഒരു അസറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല എങ്കിൽ, ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എങ്കിൽ അത് എവിടെ കാണിക്കാൻ പാടില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യാൻ പാടില്ല, കാണിക്കാൻ പാടില്ല. അടുത്ത പ്രിൻസിപ്പിളാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഓക്കെ, ഡ്യുവൽ ആസ്പെക്ട് അല്ലെങ്കിൽ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. നോക്കുക, ഡ്യുവൽ ആസ്പെക്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓർ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്. എന്താണ് ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ്ങിൻ്റെ എന്താണ് ബേസിക് പ്രിൻസിപ്പിളാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ വെരി ബേസിസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് കൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് every transaction has a dual effect, that is it affect two accounts in their respective opposite sides. അതായത് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് പറയുന്നത്, ഓരോ ട്രാൻസാക്ഷനും എന്താണ്, 2 എഫക്റ്റുകളുണ്ട്. അതായത് 2 അക്കൗണ്ടുകളെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിലുള്ള 2 അക്കൗണ്ടുകളെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ therefore the transaction should be recorded at 2 places. നമ്മൾ ആ ട്രാൻസാക്ഷൻസ് 2 സ്ഥലങ്ങളിൽ എന്ത് ചെയ്യേണ്ടതാണ്, റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഇറ്റ് മീൻസ് both the aspects of the transactions must be recorded in the books of accounts. അതായത് ഈ എന്താണ് ട്രാൻസാക്ഷൻസിൻ്റെ 2 സൈഡും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. ബോത്ത് ആസ്പെക്ട്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നോക്കുക, ഫോർ എക്സാമ്പിൾ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് ഹാസ് 2 ആസ്പെക്ട്സ്. എന്താണ്, 2 ആസ്പെക്റ്റുകളാണ് ഉള്ളത്. 2 ഗുഡ്സ് പർച്ചേസ്, ഒന്ന് എന്താണ്, ഒരു ഗിവിങ് ഓഫ് ക്യാഷ്, എന്താണ് നമ്മൾ പൈസ കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, റിസീവിങ് ഓഫ് എന്താണ്, ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്, ഡ്യുവൽ എൻട്രി പ്രിൻസിപ്പിൾ പ്രകാരം ഈ 2 ആസ്പെക്റ്റുകളും എന്ത് ചെയ്യേണ്ടതുണ്ട്, റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ദീസ് 2 ആസ്പെക്ട്സ് ആർ ടു ബി റെക്കോർഡഡ്. അതുകൊണ്ട് ദ ഡ്യുവാലിറ്റി ഈസ് കോമൺലി എക്സ്പ്രസ്ഡ്
ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ. സാധാരണയായിട്ട് ഈ എന്താണ് ഡ്യുവൽ പ്രിൻസിപ്പിൾ ഒരു ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ഇക്വേഷനാണ് എന്ത്, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതായത് ഈ അക്കൗണ്ടിങ് ഇക്വേഷനിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ അസറ്റ് ഓഫ് എ ബിസിനസ് ആർ ആൾവേസ് ഈക്വൽ ടു ദ ക്ലെയിംസ് ഓഫ് ഓണർ ആൻഡ് എന്താണ് ഔട്ട്സൈഡേഴ്സിൻ്റെ എന്താണ് ക്ലെയിംസും അതേപോലെ ഓണറിൻ്റെ ക്ലെയിംസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും, ബിസിനസ്സിൻ്റെ അസറ്റിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഇത് പറയുന്നത്. So the claim is also termed as capital or owner's equity and that of outsiders as liabilities or creditors' equity. അതായത് എന്താണ്, ക്യാപിറ്റലിനെ നമ്മൾ എന്ത് പറയുന്നു, ഓണേഴ്സ് ഇക്വിറ്റി എന്നും ഔട്ട്സൈഡറുടെ നമ്മളെന്തും പറയുന്നു, ലയബിലിറ്റി എന്നും പറയുന്നു. അപ്പോൾ നോക്കുക, ദ ക്യാപിറ്റൽ ബ്രോഡ് ബൈ ദ ഓണർ ഓഫ് ദ ബിസിനസ്. അതിന് എന്തുണ്ട്, രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. അതായത് ഒന്ന് റെസിപ്റ്റ് ഓഫ് ക്യാഷ് ഉണ്ട്, ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ എക്വിറ്റി എന്ത് ചെയ്തു കൂടി. ഇനി പർച്ചേസ് ഓഫ് മെഷീനറി ബൈ ചെക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, മെഷീനറി വാങ്ങുന്നു. അപ്പോൾ എന്താണ്, റിഡക്ഷൻ ഇൻ ബാങ്ക് ബാലൻസ് രണ്ടെണ്ണമാണ് അല്ലേ. അതേപോലെ ഓയിങ് ടു എന്താണ്, ബിസിനസ്സിലേക്ക് എന്ത് വന്നു, മെഷീനറി വന്നു. അവിടെയും എന്താണ് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. അതാ പറഞ്ഞ എന്താണ്, ഓരോ ട്രാൻസാക്ഷൻസിനും അതായത് ഡ്യുവൽ എൻട്രി പ്രിൻസിപ്പിൾ പ്രകാരം അല്ലെങ്കിൽ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ പ്രകാരം ഓരോ ട്രാൻസാക്ഷൻസിനും എന്താണ്, രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. അതിനെയാണ് നമ്മളെന്ത് പറയും, ഡെബിറ്റ് ആസ്പെക്റ്റ് എന്ന് പറയും, അതേപോലെ എന്താണ് ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്ന് പറയും. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ നിങ്ങളെന്ത് മനസ്സിലാക്കി വെക്കുക, ഡ്യുവൽ പ്രിൻസിപ്പിൾ ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ പറയുന്നത് ഓരോ ട്രാൻസാക്ഷൻസിനും എന്താണ്, രണ്ട് ഘടകങ്ങൾ, രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്, അവിടെ എന്താണ് രണ്ട് ആസ്പെക്ട്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റെസീറ്റ്സ് ഓഫ് ക്യാഷ് ആണ്, ദെൻ ഡെലിവറി ഓഫ് ഗുഡ്സ് ടു ദ കസ്റ്റമർ, അത് രണ്ടാമത്തെ ആസ്പെക്റ്റാണ്. ഞാൻ റെൻറ്റ് പെയ്ഡ് ഇൻ ക്യാഷ് ടു എന്താണ്, ലാൻഡ് ലോഡ് അല്ലേ, ലാൻഡ് ലോഡിന് എന്ത് ചെയ്യുന്നു, റെൻറ്റ് കൊടുക്കുന്നു, പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ഒന്ന്, ദെൻ എന്താണ് റെൻറ്റ് അല്ലെ, എക്സ്പെൻസ് ഇൻകേർഡ്, ഇത് എന്താണ് രണ്ടാമത്തെ ആസ്പെക്റ്റാണ്. അങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻസിനും എന്തുണ്ട്, രണ്ട് എന്താണ് ആസ്പെക്റ്റുകളുണ്ട്. ഈ രണ്ട് ആസ്പെക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതാണ്. So once the two aspects of transactions are known, നമുക്കിത് രണ്ട് ആസ്പെക്റ്റുകൾ അറിയുകയാണ് എങ്കിൽ ഇറ്റ് ബിക്കം ഈസി ടു അപ്ലൈ ദ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് മെയിൻറ്റെയിൻ ദ റെക്കോർഡ്സ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രോപ്പർലി. ഇത് രണ്ടും അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, അക്കൗണ്ടിങ്ങിൻ്റെ റൂള് എന്താണ് അപ്ലൈ ചെയ്യുന്നതിനും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും എന്താണ് വളരെ സഹായകമാണ്. ആൻഡ് ദ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഈസ് ദാറ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് എ ഈക്വൽ ഇഫക്റ്റ് on assets and liabilities in such a way that total assets are always equal to the total liabilities of the business. അതായത് ഇതിൻ്റെ എന്താണ് ഇൻ്റർപ്രിറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓരോ എന്താണ് ട്രാൻസാക്ഷൻസും ബിസിനസ്സിനുള്ള ഓരോ ട്രാൻസാക്ഷൻസിനും ഒരു ഈക്വൽ എഫക്റ്റ് ആണുള്ളത്. അതായത് അസറ്റ്സിനും ലയബിലിറ്റീസിനും ഏത് രീതിയിൽ, ഇൻ സച്ച് എ വേ ദാറ്റ് ടോട്ടൽ അസറ്റ്സ് ആർ ആൾവേസ് ഈക്വൽ ടു ദ ടോട്ടൽ ലയബിലിറ്റീസ്. അതായത് ടോട്ടൽ അസറ്റ് എന്തിനോട് ഈക്വൽ ആവുന്ന, ടോട്ടൽ ലയബിലിറ്റിനോട് ഈക്വൽ ആവുന്ന ഒരു ഈക്വൽ എഫക്റ്റാണ് എന്തിനുള്ളത്, ഓരോ ട്രാൻസാക്ഷൻസിനും ഉള്ളത് എന്നാണ് എന്ത് പറഞ്ഞു വെക്കുന്നത്, ഡ്യുവൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നത് പറഞ്ഞു വെക്കുന്നത്. സോ ദിസ് കൺസെപ്റ്റ് ഹെൽപ്സ് ഇൻ അക്കൗണ്ടന്റ് ഇൻ ഡിറ്റക്ടിങ് എറർ. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇറ്റ് എൻകറേജസ് ദ അക്കൗണ്ടന്റ് ടു പോസ്റ്റ് ഈച്ച് എൻട്രി ഇൻ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ടു അഫക്റ്റഡ് അക്കൗണ്ട്സിൽ. എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സിൽ എഫക്റ്റ് ചെയ്യുന്ന അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അതായത് ഈ രണ്ട് ആസ്പെക്റ്റുകൾ കണ്ടുപിടിച്ചിട്ട് ആ രണ്ടിലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അടുത്താണ് എന്ത്, റിയലൈസേഷൻ concept. So this concept states that revenue from any business transaction should be included in the accounting records only when it is realized. അതായത് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഫ്രം എനി ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്താണ്, ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാകുന്ന വരുമാനം അക്കൗണ്ട് റെക്കോർഡിൽ ഉണ്ടാവണമെന്നുണ്ട് എങ്കിൽ അത് എന്താകണം, റിയലൈസ് ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. ഭാവിയിൽ നമുക്ക് എന്താണ്, ഒരാൾ തരുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അക്കൗണ്ടിൽ എന്ത് ചെയ്യാൻ പാടില്ല, റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. എന്താ ദ ടേം റിയലൈസേഷൻ മീൻസ് ക്രിയേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ടു റിസീവ് മണി. എന്താണ്, നമുക്ക് പണം എന്താണ് സ്വീകരിക്കാനുള്ള ഒരു നിയമപരമായിട്ടുള്ള അവകാശത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്നാൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു എനിക്കൊരു 1,00,000 രൂപ തരാം
എന്നോടൊരാൾ പറഞ്ഞതാ തരുമെന്ന്. പക്ഷെ എനിക്കത് സ്വീകരിക്കാൻ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും അവകാശം ഉണ്ടോ? ഇല്ല. അതല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താണ് എൻ്റെ ഒരു ബൈക്ക് കൊടുത്തിട്ട് അയാളോട് പറയും 2 മാസം കഴിഞ്ഞിട്ട് പൈസ തരാമെന്ന് പറയുമ്പം എന്തായി? കാരണം 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് സ്വീകരിക്കാനുള്ള നിയമപരമായിട്ടുള്ള അവകാശമുണ്ട്. കാരണം എന്താണ്, ഞാൻ എൻ്റെ ബൈക്ക് അയാൾക്ക് കൊടുത്തു കഴിഞ്ഞു. അതിന് പകരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയാൾ തരേണ്ടത്. അപ്പോൾ അതാണ് റിയലൈസ് ചെയ്താൽ മാത്രമേ, അതായത് എമൗണ്ട് റിയലൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതാൻ പാടുള്ളൂ. സോ സെല്ലിങ് ഗുഡ്സ് ഈസ് റിയലൈസേഷൻ, റിസീവിങ് ഓർഡർ ഈസ് നോട്ട്. അതായത് നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതിപ്പോൾ ക്രെഡിറ്റിനാണെങ്കിൽ ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലും അതെന്താണ്, റിയലൈസേഷൻ ആണ്. പക്ഷെ എന്താണ്, നമുക്കൊരു ഓർഡർ കിട്ടി, ആ ഓർഡർ കിട്ടിയത് എന്തല്ല, റിയലൈസേഷൻ ഓഫ് മണി അല്ല. സോ റവന്യൂ ഈസ് സെഡ് ടു ഹാവ് ബീൻ റിയലൈസ്ഡ്. എപ്പോഴാണ് റവന്യൂ റിയലൈസ് ചെയ്തു നമ്മൾ പറയുന്നത്? വെൻ ക്യാഷ് ഹാസ് ബീൻ റിസീവ്ഡ്, നമ്മൾ പണം സ്വീകരിക്കുക. അതല്ലെങ്കിൽ റൈറ്റ് ടു റിസീവ് ക്യാഷ് ഓൺ ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. നമുക്ക് എന്തിനുള്ള അവകാശം ഉണ്ടാവുക? സെയിൽ ചെയ്ത സമയത്ത് എന്നല്ലെങ്കിൽ സെയിലോ അല്ലെങ്കിൽ ഗുഡ്സോ സർവീസസോ സെയിൽ ചെയ്യുന്ന സമയത്ത് എന്തിനുള്ള ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുക? നമുക്ക് അതിൻ്റെ എമൗണ്ട് സ്വീകരിക്കാനുള്ള ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി സംഭവിക്കുമ്പോഴോ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, റവന്യൂ റിയലൈസ് ചെയ്തു എന്ന് പറയുവാൻ പറ്റുന്നത്. അതായത് പൈസ കിട്ടുകയോ അതല്ലെങ്കിൽ പൈസ വാങ്ങാനുള്ള ഒരു അവകാശം ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ ഇത് രണ്ടും കൂടി ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക, റവന്യൂ റിയലൈസ് ചെയ്തു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. So the concept of realization states that revenue is realized at the time when goods or services are actually delivered. എന്താണ്, അതായത് ഗുഡ്സ് ഓർ സർവീസസ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിയലൈസ് ചെയ്തു എന്ന് പറയാം. അതായത് realized at the time of when goods or services actually delivered. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ the realization occurs when the goods and services have been sold either for cash or on credit. അതായത് റിയലൈസേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? എന്ത് ചെയ്യുന്ന സമയത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പൈസ കൊടുത്തിട്ട് അതായത് വിൽക്കുക, ക്യാഷ് സെയിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിലോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാം, റിയലൈസേഷൻ സംഭവിച്ചു എന്ന് പറയാം. ഇറ്റ് ആൾസോ റെഫേഴ്സ് ടു ഇൻഫ്ലോ ഓഫ് അസറ്റ്സ് ഇൻ ദ ഫോം ഓഫ് റിസീവബിൾസ്. എന്താണ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുന്നതിനാണ് നമ്മൾ പൈസ കിട്ടാനുണ്ട് അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള റിസീവബിൾസിനെയും നമുക്ക് എന്തായിട്ട് പറയാം, റിയലൈസേഷൻ ആയിട്ട് പറയാം. ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മോർ ഒബ്ജക്റ്റീവ്. കുറച്ചും കൂടി ഒബ്ജക്റ്റീവായിട്ട് സ്വീകരിക്കുവാൻ ഇത് സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് ദ ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഓൺലി വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ദ ബയർ. അതായത് ഗുഡ്സ് കൃത്യമായിട്ടും ബയറിന് ഡെലിവർ ആയാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അപ്പം പ്രൊവൈഡ് ചെയ്യണത്, നമ്മൾ എങ്ങനെ ഉണ്ടെങ്കിൽ ഗുഡ്സ് ഡെലിവർ ആയാൽ മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഓൺലി എപ്പം വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ദ ബയർ. ഗുഡ്സ് ബയർക്ക് ഡെലിവർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടത്, എവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുക. സോ NP Jeweler received an order to supply gold ornaments worth ₹5 lakh. 5 ലക്ഷം രൂപയുടെ ഓർണമെൻറ്റ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ കിട്ടി. They supplied the ornament worth ₹2 lakh of the year ending 31st December 2005 and the rest of the ornaments were supplied in January 2006. അതായത് 2005 2 ലക്ഷം രൂപയുടെ കിട്ടി, 2 ലക്ഷം രൂപയുടെ ഓർണമെൻറ്റ് അവർ സപ്ലൈ ചെയ്തു, ബാക്കി ജനുവരിയിലാണ് കൊടുക്കുക. അപ്പോൾ അവർ റവന്യൂ ഫോർ ദിയർ 2005 എന്ന് പറയുന്നത് NP Jeweler is ₹2 lakh, 2 ലക്ഷം രൂപയാണ്. കാരണം ബാക്കി ഓർഡർ കിട്ടിയിട്ടുള്ള 5 ലക്ഷത്തിന്. അപ്പോൾ ഓർഡർ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പാടില്ല, എമൗണ്ട് 5 ലക്ഷം ചെയ്യാൻ പാടില്ല, 2005 എമൗണ്ട് ആയിട്ട് നമുക്ക് ചെയ്യാൻ പാടില്ല, കൊടുക്കാൻ പാടില്ല. Mere getting an order is not considered as a revenue until the goods have been delivered. കാരണം 2 ലക്ഷം രൂപയുടെ സ്വർണ്ണം ചെയ്തിട്ടുള്ളൂ, NP Jewelers കൊടുത്തിട്ടുള്ളൂ, ബാക്കി ജനുവരിയിൽ അവർ കൊടുക്കുകയുള്ളൂ. അപ്പം ആ സമയത്ത് 2006 വരുമാനമായിട്ട് അവർക്ക് കൊടുക്കാം. ഓക്കെ, വേറെ നോക്കുക. ബെൻസാൽ സോൾഡ് ഗുഡ്സ് ₹1 lakh ഫോർ ക്യാഷ് ഇൻ 2006 ആൻഡ് ദ ഗുഡ്സ് ഹാവ് ബീൻ ഡെലിവേർഡ് ഡ്യൂറിങ് ദ സെയിം ഇയർ. 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ 2006 അയാൾ വിൽക്കുന്നു, ഗുഡ്സ് ആ വർഷം തന്നെ അയാൾ ഡെലിവർ ചെയ്യുന്നു. സോ ദ റവന്യൂ ഓഫ് ബെൻസാൽ ഫോർ ദ ഇയർ 2006 ഈസ് 5 അല്ല, അവിടെ 6 ആണ് വേണ്ടത് കേട്ടോ. 2006 ഈസ്
₹1,00,000 തന്നെയാണ്. സോ ആസ് ദ ഗുഡ്സ് ഹാവ് ബീൻ ഡെലിവേർഡ് ഇൻ ദ ഇയർ എന്താണ് 2006 എന്താണ് 2006 തന്നെ, അതായത് സെയിം ഇയറിൽ അവിടെ ഇത്രയും മനസ്സിലാക്കുക എന്താണ്, സെയിം ഇയറിൽ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നു, ആ ഓർഡർ കിട്ടുന്നു, സെയിം ഇയറിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ക്യാഷ് ഹാസ് ആൾസോ ബീൻ റിസീവ്ഡ് ഇൻ ദ സെയിം, പൈസ എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, അയാൾക്ക് ആ ₹1,00,000 2006 അല്ലെങ്കിൽ ഇപ്പോൾ 2005 ആണെങ്കിൽ ഏത് വർഷമാണോ അയാൾ എന്ത് ചെയ്യുന്നത്, ഓർഡർ കൊടുത്തിട്ടുള്ളത്, ആ വർഷത്തെ മുഴുവൻ എന്താണ് റവന്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കണക്കാക്കാവുന്നതാണ്. ഇനി അക്ഷയ് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ ₹50,000 ഡ്യൂറിങ് ദ ഇയർ എൻഡിങ് 31st December 2005. 2005 31st ഡിസംബറിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, ₹50,000 എന്ത് ചെയ്യുന്നു, കടത്തിന് എന്ത് ചെയ്യുന്നു, അക്ഷയ് വിൽക്കുന്നു. ദ ഗുഡ്സ് ഹാവ് ബീൻ ഡെലിവേർഡ് ഇൻ 2005 ബട്ട് ദ പേയ്മെൻറ്റ് വാസ് റിസീവ്ഡ് ഇൻ March 2006. എന്താണ്, 2005 തന്നെ എന്ത് ചെയ്യുന്നു, ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ പൈസ കിട്ടിയിട്ടുള്ളത് എന്താണ്, 2006 മാർച്ചിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കേസ് എന്താ നോക്കുക, അക്ഷയ് റവന്യൂ ഫോർ ദെയർ 2005 ഈസ് എന്താണ് ₹50,000. നമുക്ക് എന്താ പറയാം, അക്ഷയുടെ റവന്യൂ ഡിസംബർ 2005 തന്നെ എത്രയാണ്, 50,000 നമുക്ക് എഴുതാം. കാരണം ദ ഗുഡ്സ് ഹാവ് ബീൻ ഡെലിവേർഡ് ടു ദ കസ്റ്റമർ ഇൻ ദ ഇയർ 2005. എന്താണ്, അതായത് 2005 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കസ്റ്റമർക്ക് ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെലിവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് റവന്യൂ ബിക്കെയിം ഡ്യൂ ഇൻ ദ ഇയർ 2005 ഇറ്റ് സെൽഫ്. എന്താണ്, റവന്യൂ എന്തിൽ തന്നെ ഡ്യൂ ആയിട്ടുണ്ട്, 2005 തന്നെ അത് എന്ത് ചെയ്തു, ഒരു അവകാശം വന്നിട്ടുണ്ട് നമ്മൾ, കാരണം എന്താണ്, ഗുഡ്സ് എന്ത് ചെയ്തു, അക്ഷയ കൊടുത്തിട്ടുണ്ട്. സോ ഇൻ ദ എബോവ് എക്സാമ്പിൾസ് റവന്യൂ ഇസ് റിയലൈസ്ഡ് വെൻ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ദി കസ്റ്റമേഴ്സ്. അപ്പോൾ ഇതിൽ ഒക്കെ എന്താണ്, എപ്പോഴാണ് റവന്യൂ റിലൈസ് ആവുന്നത്, ഗുഡ്സ് എന്ത് ചെയ്യുന്നത്, കസ്റ്റമർക്ക് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, റവന്യൂ റിയലൈസ് ചെയ്യുന്നത്. ഇതാണ് റിയലൈസേഷൻ കൺസെപ്റ്റ്. അടുത്തതാണ് എന്ത്, അക്രൂവൽ കൺസെപ്റ്റ്. എന്താ അക്രൂവൽ കൺസെപ്റ്റ് നോക്കുക. The meaning of accrual is something that becomes due, especially an amount of money is yet to be paid or received at the end of the accounting period. അപ്പോൾ ഡ്യൂ ആവുക എന്ന് പറഞ്ഞാൽ, അക്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the meaning of accrual is something that becomes due, especially an amount of money. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം എന്താണ്, നമ്മൾക്ക് കൊടുക്കുവാനുള്ളതോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുവാനുള്ളതോ ആയിട്ടുള്ള ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്രൂവൽ ആവുക അല്ലെങ്കിൽ ഡ്യൂ ആവുക എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് റവന്യൂ ആർ റെക്കഗ്നൈസ്ഡ് വെൻ ദേ ബിക്കം റിസീവബിൾ. അതായത് റവന്യൂ നമുക്ക് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാം, നമുക്ക് സ്വീകരിക്കാനാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എന്ത് ചെയ്യാം, റെക്കഗ്നൈസ് ചെയ്യാം. So though cash is received or not received, and the expenses are recognized when they become payable, though cash is paid or not paid. അതായത് അവിടെ നമുക്ക് പൈസ കിട്ടിയിട്ടുണ്ടോ, പൈസ കിട്ടിയിട്ടില്ല ഇല്ലേ എന്നുള്ളതല്ല ചോദ്യം. അതായത് ഒരു എക്സ്പെൻസ് വന്നു, അതിന് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടോ, പൈസ കൊടുത്തിട്ടില്ലേ എന്നുള്ളതല്ല ചോദ്യം. അപ്പോൾ ഒരാൾ വാടക ഉണ്ട്, റെൻറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ഓരോ മാസവും എന്ത് ചെയ്യണം, വാടക കൊടുക്കണം. അപ്പം ഈ മാസം ആയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും എന്ത് വന്നു, അത് ഡ്യൂ ആയി എന്ന് പറയാം, അല്ലെങ്കിൽ അത് അക്രൂഡ് ആയി എന്ന് നമുക്ക് പറയാം, അക്രൂഡ് എക്സ്പെൻസ് ആയിട്ട് പറയാം. കാരണം എന്തായാലും അയാൾ എന്ത് ചെയ്യേണ്ടതാണ്, കൊടുക്കേണ്ടതാണ്. അപ്പം ബോത്ത് ദ ട്രാൻസാക്ഷൻസ് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ അക്കൗണ്ടിങ് പീരീഡ് ടു വിച്ച് ദേ റിലേറ്റ്. അതായത് ഈ രണ്ട് ട്രാൻസാക്ഷൻസ് എപ്പോഴാണോ നമുക്ക് കിട്ടാനുള്ളതായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ളതായിട്ടുള്ളതോ, ഏത് പീരീഡിലാണോ നമുക്ക് കിട്ടാനുള്ളത്, ഏത് പീരീഡിലാണോ നമുക്ക് കൊടുക്കാനുള്ളത്, ആ പീരീഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ട്രാൻസാക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ therefore the accrual concept make a distinction between the accrual receipt of cash and the right to receive cash as regards revenue, and the actual payment of cash and obligation to pay cash as regard to expense. അതായത് എന്ത് ഉണ്ടാക്കുന്നുണ്ട്, ഈ അക്രൂവൽ കൺസെപ്റ്റ് എന്ത് ഉണ്ടാക്കുന്ന, ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്നു ഏത് തമ്മിൽ, അക്രൂവൽ റിസീപ്റ്റ് ഓഫ് ക്യാഷും അതേപോലെ എന്താണ് റൈറ്റ് ടു റിസീവ് ഓഫ് ക്യാഷ്. ഏതിൻ്റെ കേസിൽ, റവന്യൂവിൻ്റെ കേസിലാവുന്ന സമയത്ത് അക്രൂവൽ റിസീപ്റ്റ് ഓഫ് ക്യാഷും അതേപോലെ തന്നെ എന്താണ് നമുക്ക് ആ ഒബ്ലിഗേഷനായി പൈസ വാങ്ങാനുള്ള എന്താണ്, നമ്മളൊരു സർവീസ് ചെയ്തു കൊടുത്തു പക്ഷേ പൈസ കിട്ടിയിട്ടില്ല. അപ്പം അവിടെ സ്വാഭാവികമായിട്ടും എന്താണ്, നമുക്ക് അവകാശപ്പെട്ട എന്താണ്, ക്യാഷാണത്. ഇനി അത് ആൻഡ് ആക്ച്വൽ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ആൻഡ് ഒബ്ലിഗേഷൻ എന്താണ്, നമുക്ക് വാടക കൊടുക്കാനുണ്ട്. ആ ഇപ്പോൾ ഈ ഒരു മാസത്തെ വാടകയാണെങ്കിൽ ഈ ഒരു മാസത്തെ വാടക നമ്മൾ എന്തേ പറ്റുള്ളൂ, കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മളുടെ ഒരു ഡിസ്റ്റിങ്ഷൻ എന്തുണ്ടാക്കുന്നുണ്ട്, അക്രൂവൽ കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. So the accrual concept under accounting assumes that revenue is realized at the time of sale of goods or services irrespective of the fact
when cash is received. അതായത് ഇതേപോലെ എക്സ്പെൻസിനും, അതായത് അക്രൂവൽ കൺസെപ്റ്റ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ എപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗുഡ്സ് ഓഫ് സെയിൽസ് ആൻഡ് സർവീസസ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് റിയലൈസ് ചെയ്യുന്നുണ്ട്, റവന്യൂ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതോടെ എന്ത് നോട്ടമില്ല, പൈസ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ എന്താണ് നോട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ എന്താണ്, ഫോർ എക്സാമ്പിൾ എ ഫേം സെൽ ഗുഡ്സ് ₹55,000 on 25th March 2005 and the payment is not received until 10th April 2005. The amount is due on payable to the firm on the date of sale. It is എന്താണ് 25th March 2005. അതായത് 2005 മാർച്ച് 25-ന് 55,000 രൂപയ്ക്ക് നമ്മളൊരു സാധനം എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. അതിൻ്റെ പൈസ കിട്ടുന്നത് ഏപ്രിലാണ്, ഏപ്രിൽ 10-ാം തീയതിയാണ്. പക്ഷേ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നേക്കാണ് ആ സെയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? 25 മാർച്ച് 2005-നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ആ എമൗണ്ട് നമുക്ക് എന്തായാലും കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. 25-ാം തീയതി മാർച്ച് തൊട്ടിട്ട് ആ എമൗണ്ട് നമുക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്, അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ് എങ്കിൽ നമ്മൾ എപ്പോഴാണോ നമുക്കത് എന്താണ് നമുക്കൊരു റൈറ്റ് ആവേണ്ടത്, ആ പൈസേൻ്റെ മുകളിൽ നമുക്ക് എന്താണ് റൈറ്റ് ആവേണ്ടത്, ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് റെക്കോർഡ് ചെയ്യാം. ഇറ്റ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ റവന്യൂ ഓഫ് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2005. എന്താണ്, ഫിനാൻഷ്യൽ ഇയർ ആണ് നോക്കുന്നത് എങ്കിൽ എന്താണ് ഈ 2005 മാർച്ച് 31st മാർച്ചിനുള്ളിൽ തന്നെയുള്ള റവന്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ 55,000 നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെയാണ് എക്സ്പെൻസിൻ്റെ. മാർച്ചിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, എക്സ്പെൻസ് എന്ത് ചെയ്യാനുണ്ട്, കൊടുക്കാനുണ്ട്. പക്ഷെ നമ്മൾ കൊടുത്തത് ഏപ്രിലാണ്. പക്ഷെ നമ്മൾ എക്സ്പെൻസ് ഏതിൽ തന്നെ ട്രീറ്റ് ചെയ്യണം, മാർച്ചിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. So in brief, accrual concept requires that revenue is recognized when realized and expense are recognized when they become due and payable without regard to the time of cash receipt or cash payment. അതായത് വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അക്രൂവൽ കൺസെപ്റ്റ് നമ്മളോട് പറയുന്നത് റവന്യൂ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു. അതേപോലെ എക്സ്പെൻസും എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, അത് നമ്മൾ എപ്പോഴാണോ കൊടുക്കേണ്ടത്, പേയബിൾ, അതായത് എന്ത് കൺസിഡറേഷൻ ഇല്ല, നമുക്ക് പൈസ കിട്ടുന്നതോ പൈസ എപ്പോൾ നമുക്ക് ലഭിക്കുന്നു, പൈസ എപ്പോൾ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനമാക്കി അല്ലാതെ എപ്പോഴാണോ അത് നമുക്ക് എന്ത് ചെയ്യുന്നത്, റവന്യൂ ആണെങ്കിൽ റിയലൈസ് ആവുന്നത്, എക്സ്പെൻസ് ആണെങ്കിൽ അത് പേയബിൾ ആവുന്നത്, അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ നോയിങ് ആക്ച്വൽ എക്സ്പെൻസ് ആൻഡ് ആക്ച്വൽ ഇൻകം ഡ്യൂറിങ് എ പർട്ടിക്കുലർ ടൈം പീരീഡ്. ഒരു ടൈം പീരീഡിനുള്ളിലുള്ള ആക്ച്വൽ എക്സ്പെൻസും ആക്ച്വൽ ഇൻകം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതാണ് എന്ത്, മാച്ചിങ് കൺസെപ്റ്റ്. സോ ദ മാച്ചിങ് കൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ റവന്യൂ ആൻഡ് ദ എക്സ്പെൻസ് ഇൻകേർഡ് ടു ഏൺ ദ റവന്യൂ മസ്റ്റ് ബിലോങ് ടു ദ സെയിം അക്കൗണ്ടിങ് പീരീഡ്. അതായത് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ആൻഡ് ദ എക്സ്പെൻസ് ഇൻകേർഡ് ടു ഏൺ ദാറ്റ് റവന്യൂ, ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടായിട്ടുള്ള റവന്യൂവും ആ റവന്യൂ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസും തമ്മിൽ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. സോ വൺസ് ദ റവന്യൂ ഈസ് റിയലൈസ്ഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു അലോക്കേറ്റ് ഇറ്റ് ടു ദ റെലവൻറ്റ് അക്കൗണ്ടിങ് പീരീഡ്. എന്നാണ്, നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഏത് പീരീഡിലാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താണ്, അക്രൂവൽ കൺസെപ്റ്റ്. ഇതെന്ന് നമ്മൾ അക്രൂവൽ കൺസെപ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എപ്പോഴാണ് അക്രൂ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റവന്യൂ ഏത് പീരീഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. So the matching concept implies that all revenues earned during an accounting year, whether received or not received during that year, and all costs incurred, whether paid or not paid during the year, should be taken into account while ascertaining the profit or loss for the year. എന്താണ്, പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി, ഒരു വർഷത്തെ എന്താണ് പ്രോഫിറ്റോ ലോസോ എന്ത് ചെയ്യുന്ന സമയത്ത്, കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വർഷത്തെ റവന്യൂവും ആ വർഷത്തെ എക്സ്പെൻസും എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. അത് നമുക്ക് റവന്യൂ റിസീവ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്, ചെയ്തിട്ടില്ലേ എന്നുള്ളതല്ല നോക്കേണ്ടത്. അതേപോലെ എന്താണ്, പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് കൊടുക്കാനുണ്ടോ എന്നുള്ളതല്ല നമ്മൾ എന്ത് ചെയ്യണത്, ഇറസ്പെക്റ്റീവ് ഓഫ് എന്താണ് ക്യാഷ് പെയ്ഡ് ഓർ ഇറസ്പെക്റ്റീവ് ഓഫ് എന്താണ് ക്യാഷ് റിസീവ്ഡ്. ഇത് രണ്ടും നമ്മൾ അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ഇത് മാച്ച് ചെയ്യണം.
It guides how the expense should be matched with the revenue for determining exact profit or loss for a particular period. എന്നാൽ ഒരു പർട്ടിക്കുലർ പീരീഡിലെ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് റവന്യൂവും അതേപോലെ അത് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എക്സ്പെൻസും എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുകയാണ് ചെയ്യണം. സോ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ദി ഇൻവെസ്റ്റേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് ടു നോ ദ എക്സാക്ട് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ബിസിനസ്സിൻ്റെ എക്സാക്ട് എമൗണ്ട് ഓഫ് എന്താണ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇത് സഹായിക്കുന്നു. സോ ഇത്രയുമാണ് എന്ത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിലുള്ളത്. ഇത് കൃത്യമായൊരു ക്ലാസ്സുകൾ കേൾക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചോദിക്കുക. അത് കാരണം നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക.